ഹലോ, വെൽക്കം ടു ഐറിൻസ് വേൾഡ്. ഞങ്ങൾ പോകുന്നത് ഗൾഫ് മേഖലയിലെ വളരെ ഫേമസ് ആയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മുസാണ്ടത്തിലേക്കാണ്. ഒമാനിലെ ഒരു മനോഹരമായ ഉപദ്വീപാണ് മുസാണ്ടം. ഉയർന്ന പാറകൾ നിറഞ്ഞ പർവ്വതങ്ങൾക്കും തെളിഞ്ഞ ജലത്തിനും ബീച്ചുകൾക്കുമൊക്കെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് മുസാണ്ടം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ഷാർജയിൽ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് ഡിബ്ബ പോർട്ടിലേക്ക് പോകുന്നത്. ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. UAEയുടെ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ഇനി ഡിബ്ബ പോർട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഡിബ്ബ പോർട്ടിൽ നിന്ന് മുസാണ്ടത്തിലേക്ക് ഞങ്ങൾ യാത്ര പോകുന്നത് ബോട്ടിലാണ്. ഒമാനികളുടെ പരമ്പരാഗതമായ തടി കൊണ്ടുള്ള ഡോവിലാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ കയറിയ ബോട്ട്. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരെല്ലാം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൻ്റെ 2 സൈഡുകളിലായിട്ട് 2 വാഷ്റൂംസും പിന്നെ അപ്പർ ഡെക്കിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസുമുണ്ട്. ഞങ്ങൾ അപ്പർ ഡെക്കിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു. ചൂട് കാരണം ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, നേരെ താഴത്തേക്ക് പോന്നു. യാത്രക്കാർക്ക് റിഫ്രഷ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ജ്യൂസും ചായയും ഫ്രൂട്ട്സും എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം അതെടുത്ത് കഴിക്കാം. ഞങ്ങളുടെ ബോട്ട് ഇപ്പോൾ ഡിബ്ബ പോർട്ട് വിട്ട് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. നാൽപ്പത്തഞ്ച് മിനിറ്റ് ബോട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ മുസാണ്ടത്ത് എത്തിയിരിക്കുകയാണ്. 6 തരത്തിലുള്ള വാട്ടർ സ്പോർട്സുകളാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് സ്വിമ്മിങ്. നീന്താൻ അറിയാവുന്നവർക്ക് ബോട്ടിൽ നിന്ന് എടുത്തു ചാടി നീന്താവുന്നതാണ്. അതിനുള്ള പ്രൊവിഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ബീച്ചിലേക്കുള്ള യാത്ര. ബീച്ചിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവർ ബോട്ടിൽ കയറ്റി ബീച്ചിൽ കൊണ്ടാക്കുന്നതാണ്. ഈ ബോട്ട് അങ്ങനെ ബീച്ചിലേക്ക് പുറപ്പെടുന്ന ബോട്ടാണ്. ബീച്ച് നമുക്ക് റിലാക്സ് ചെയ്യാം, റെസ്റ്റ് ചെയ്യാം, വെള്ളത്തിലിറങ്ങി കളിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വെള്ളത്തിലിറങ്ങാം. അധികം ആഴമൊന്നുമില്ല. നമുക്ക് കുറേ നേരം ഒരു 25 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്തോളാൻ ഇവർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആക്ടിവിറ്റി സ്പീഡ് ബോട്ടാണ്. സ്പീഡ് ബോട്ടിൽ കയറേണ്ടവർക്ക് അവർ സ്പീഡ് ബോട്ടിൽ കയറ്റും. പിന്നെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിങ്ങിന് പോകേണ്ടവർക്ക് അതിന് പോകാം. പിന്നെ സ്നോർക്കലിംഗ് ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ടുള്ളത് ബനാന ബോട്ട് റൈഡാണ്. ബനാന ബോട്ടിൽ കയറേണ്ടവർ മസ്റ്റായിട്ട് ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കണം. ഈ ആക്ടിവിറ്റീസിനെല്ലാം കൂടെ ഏകദേശം 1-2 മണിക്കൂർ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വിഭവസമൃദ്ധമായ ബുഫേ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ലൈംസ്റ്റോൺ കേവ് ആണ്. ഇതാണ് ലൈംസ്റ്റോൺ കേവ്. സിമൻറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാറയാണിത്. ഈ കേവിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അകത്ത് കയറി കാണാൻ പറ്റുകയില്ല, കാരണം വെള്ളം കയറി അടഞ്ഞിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം വെള്ളത്തിൻ്റെ നിരപ്പ് ഇങ്ങനെ ഉയരുന്നതുകൊണ്ട് കേവ് അടഞ്ഞു പോവുകയാണ്. ഇനി ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോഴത്തേനും കേവ് പൂർണ്ണമായി മുങ്ങിപ്പോകുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരുന്നതുകൊണ്ട് കേവ് അടിയിൽപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. തിരിച്ച് ഡിബ്ബ പോർട്ട് എത്താൻ വേണ്ടി 1 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ബോട്ടിൽ പാട്ടിടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അയറിൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയറിന് ടൂർ ഓപ്പറേറ്റർ ഒരു സമ്മാനം കൊടുത്തു, ഒരു സൊവിനിയർ കൊടുത്തു, ഒമാനിൻ്റെ ഒരു സൊവിനിയർ കൊടുത്തു. അയറിനും ഹാപ്പിയായി. ഞങ്ങളുടെ ബോട്ട് പതിയെ ഡിപ്പ പോർട്ടിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ യാത്ര അവസാനിക്കാറായി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.